ദൈവനാമത്തിന് എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനം ശ്രവിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ ദിവസം കൂടി തുടങ്ങുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുവാനും നമ്മുടെ എല്ലാ വ്യാപാര മേഖലകളിലും, ജോലിസ്ഥലത്തും, മക്കളോടൊപ്പം, രോഗത്തോടൊപ്പം എല്ലാ സമയത്തും കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് യാചിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തേക്ക് കടക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എപ്പോഴും അനുഗ്രഹമായി മാറും. ഇന്ന് നമ്മൾ ശ്രമിക്കുന്ന തിരുവചന ഭാഗം പൗലോസ്ലീയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പൗലോസ്ലീയ തൻ്റെ വിശ്വാസം ഡിക്ലെയർ ചെയ്യുകയാണ്. നിനക്ക് ഞാൻ പറയുന്ന യേശുക്രിസ്തുവിലേക്ക് നീ തിരിയുമ്പോൾ നിനക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും, നീ ഏത് കഷ്ടതയിലും ദുരിതത്തിലും പെട്ടാലും, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം യേശുക്രിസ്തു വഴി അവൻ്റെ സമ്പന്നതയിൽ നിന്നും, അവൻ്റെ സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്നും നിനക്ക് വേണ്ടതെല്ലാം തന്നിരിക്കും. എന്തെല്ലാമാണോ നിനക്ക് ആവശ്യമെന്ന് നീ കരുതുകയും നീ യാചിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത്, അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ളതാണെങ്കിൽ അതെല്ലാം യേശുക്രിസ്തു വഴി പിതാവായ ദൈവം നൽകും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ നേടിയിട്ടുണ്ടോ, ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഉറച്ചു വിശ്വസിക്കുക. പിതാവായ ദൈവം ഇപ്പോഴും ജീവിക്കുന്നവരുടെ ദൈവമായ യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് നൽകിയതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം. ദൈവം നൽകാതെ ഒന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. പ്രിയ സഹോദരി സഹോദരങ്ങളെ, പൗലോസ്ലീഹ ഫിലിപ്പിയരോട് പറഞ്ഞ വചനം നമ്മുടെ ജീവിതത്തിലും അന്വർത്ഥമാകുവാൻ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പോകാം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം, ആ ദൈവത്തോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, ആ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞ സ്നേഹത്തിൻ്റെ പാത നമ്മൾ പിന്തുടരുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം ആ യേശുക്രിസ്തു വഴി ഇന്ന് മുതൽ നിങ്ങൾക്ക് തരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധിയും സമാധാനവും കരുണയും എല്ലാം നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.